ഹലോ ഗൈസ്, വാട്സ്ആപ്പ് എല്ലാം പുതിയൊരു മൈൻഡ് ക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. കേസ് ഇത് പാർട്ട് 3 or 4 അങ്ങാണ്ടാണ് ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എക്സ്പ്ലോറിങ്ങിനെന്നും പറഞ്ഞ് ഇറങ്ങിയത്, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെയാണ് നമ്മൾ ഈ നെതറിലും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തേതെന്ന് പറഞ്ഞാൽ പെട്ടതല്ല, നമ്മൾ വന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെതറിൽ വന്നപ്പോൾ ഈ സോൾസ് ആൻഡ് ഏരിയയിലാണ് നമ്മൾ ജനനം കൊണ്ട് വീണത് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഹെൽത്തും ഫുഡൊക്കെ നമുക്ക് ഒരുപാട് കുറവാണ്. അപ്പോൾ അതൊക്കെ എടുക്കണം ഗൈസ്. അതിന് മുമ്പ് ഇവിടെ തൽക്കാലം ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇത് വലിയ കേവ് പെട്ട ഗൈസ്, അത്യാവശ്യം ചെറിയ കേവാണ്. ഓ, ഇവിടെ ലാവ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ കരുതിയില്ല ഗൈസ്, ഇത് ഇത്ര പെട്ടെന്നുണ്ടാവുന്ന. എന്തായാലും കിട്ടും, പിക്കാക്സ് കാണുമല്ലേ, കിട്ടുമെന്ന് ഗൈസ്. ഇന്ന് എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് എനിക്ക് ഫുഡ് ഒട്ടുമില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെ കുറേ സ്കെൽറ്റൻസ് ഒക്കെ സ്പോണായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് ഏതെങ്കിലും കൂടുതൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, വീട്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആദ്യം കുറച്ച് ഫുഡ്, ഒരു ചെറിയൊരു ഓ, ഇത് റിസ്ക് ആണല്ലോ. എൻ്റെ വീട് തോന്നിയിരിക്കുന്ന ഞാൻ ഒന്നും നോക്കൂല ഗൈസ്. എൻ്റെ കയ്യിൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനമില്ല. ഓക്കെ, ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിലില്ല. ബാക്കിൽ നിന്നും മതി അടിക്കാതിരിക്കാനാ. എനിക്കറിയായിരുന്നു ഗൈസ്, എനിക്കറിയായിരുന്നു. തൽക്കാലം കിടന്ന് ഉറങ്ങ്. എന്ത് കഷ്ടമാണിത്. അയ്യോ. എന്തായാലും പോട്ടെ, ഒരു പ്രാവശ്യം പോയിരുന്നത് ഇപ്പം എന്തോ സംഭവിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ബാക്കി കിട്ടിയ 3 അയൺ വെച്ച് നമുക്കൊരു സോഡൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇപ്പം തന്നെ എല്ലാം ഉണ്ടാക്കിയേക്കും ഗൈസ്. ഓക്കെ, ഒരു സോഡ് അങ്ങ് ഉണ്ടാക്കി. നമ്മുടെ ഈ സോഡ് അങ്ങ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ പുതിയ സോഡ് വന്നു. ബാക്കി ഒരു അയൺ നമുക്ക് വച്ചേക്കാം, ഷീൽഡ് ഉണ്ടാക്കാൻ ഫുള്ളാവും. നമുക്കൊരു ആക്സും കൂടി കിട്ടിയാൽ എവിടെ ചത്ത് വീണത് നമ്മൾ. അവിടെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് ഗൈസ്, ഇപ്പോൾ പോയിടുക. ഓക്കെ, അതിന് ഇത് എന്താ ഫുഡില്ല ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്തിട്ട് ഫുഡിൻ്റെ ഒരു ചെറുതാമൊക്കെ ചെയ്യട്ടെ ഗൈസ്. ലൂട്ടൊക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ അതിലേക്കും എല്ലാവർക്കും ടേക്ക് ഇറ്റ് ഗൈസ്. ഞാൻ കുറേ പ്രോഗ്രസ് ചെയ്തു, പക്ഷേ ഫുഡ് ഇതുവരെ ഒന്നും ആയില്ല. അതെ, നോക്കണ്ട, ഫുഡ് ഇതുവരെ ഒന്നും ആയില്ല ഗൈസ്. ആകപ്പാടി ഈ റോട്ടൺ ഫ്ലഷ് ഞാൻ കുറേ സോംബീസിനെ കൊന്ന്, അത് മാത്രം കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. ഇതേ നമ്മളൊരു ഫാമിങ് ഏരിയ ആ സൈഡിലേക്കായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. എവിടെ ഇതോ കിടക്കണം, പക്ഷെ അത് വീറ്റൊന്നും വളർന്നിട്ടില്ല ഗൈസ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ സോംബീനെ കൊന്ന റോട്ടൺ ഫ്ലഷാണ് തിന്നുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നെതർക്കാരിലൊക്കെ അവിടുന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കം ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ ഇന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. അതെനിക്ക് ഫുഡ് വേണം. ഓക്കെ, ഫുഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് അങ്ങ് പോകാം. ഈ ഫുഡില്ല, എൻ്റെ കയ്യാണ് ഫുഡ് ഗൈസ്. ഈ ഫുഡല്ല ഗൈസ്, ഈ ഫുഡില്ലേ ഗൈസ്. ഈ ഫുഡ് ഞാനെങ്കിൽ എമർജൻസി ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ. ഒരു ബോയും കൂടി കിട്ടി. ഓ, അത് ഇതിനെക്കാട്ടി ഹെൽത്തുള്ള പോയാട്ടാ. അതാവശ്യം വരും. ഓരോ കുരിപ്പ്. കുരിപ്പ് ചത്ത ഞാൻ ചത്തു. നല്ലത് തന്നെ. അയ്യോ, എൻ്റെ സാധനം ഒന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ സാധനങ്ങൾ എടുത്തത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല ഞാൻ. ഓക്കെ,
നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അങ്ങെടുത്ത് പിടിച്ചേക്കാം ഗൈസ്. ഓക്കെ, ഞാനൊരു പാട്ടുകാരൻ തന്നെയല്ലേ. എന്തായാലും 4 അമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 അമ്പ് നമ്മളെന്തായിരുന്നു 4 അമ്പേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെയൊക്കെ സ്ലാബ് വെച്ചടക്കേണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ട് എടുക്കുക. നമ്മൾ ഏത് സൈഡിലായിരുന്നു? ഏറ്റവും പൊക്കം കുറഞ്ഞ സൈഡല്ലേ ഗൈസ്? എനിക്കിത് ഇങ്ങോട്ടെങ്ങാണ്ടായിരുന്നു ഗൈസ്. നമുക്ക് പിന്നെ ഡയറക്ഷൻ മാപ്പൊക്കെ വരച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അതേയിരിക്കുന്നു. ഇതുവഴിയൊക്കെ നേരെ പോയാൽ നമ്മുടെ നെറ്റ്പോർട്ടിൽ ഉണ്ടാകും ഗൈസ്. ഓക്കെ, അമ്മേ ഇന്ന് ഞാൻ ഇനി എത്ര പ്രാവശ്യം ചാവുമെന്ന് നോക്കാം. അങ്ങനെ എൻ്റെ പൊന്നെ, എത്ര പ്രാവശ്യം ചാവുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. യെസ്, ഇവിടെ 12 ഡേയ്സ് ഇവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. സർവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 10 ദിവസത്തെ 12 ദിവസത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഗ്രസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴും ഞാൻ നടക്കുന്നതിൻ്റെ ആദ്യത്തെ വീഡിയോ അത് മൈൻക്രാഫ്റ്റിൻ്റെ ഗൈസ്. ആ വേൾഡ് പോയി എനിക്ക് വലിയ സ്ഥലമുണ്ട് എനിക്ക്. കാരണം അതിൻ്റെ അകത്ത് എനിക്ക് ഇൻഫിനിറ്റി പോലത്തെ സ്റ്റാക്ക് കണക്കിന് അയ്യണമായിരുന്നു. എനിക്ക് ലാഗടിക്കണല്ല, സ്റ്റാക്ക് കണക്കിന് അയ്യണ എൻ്റെ കയ്യിലുള്ളത്. അയ്യോ, ആ ബോട്ട് പണ്ട് കാര്യമില്ല. എനിക്കൊരു കേവ് പോലത്തെ സ്ഥലത്ത് നിന്ന് കിട്ടിയത്. ലാഗടിക്കുന്നത് അതേ കിടക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ചു. ഞാൻ കുറേ മൈൻക്രാഫ്റ്റ് വേൾഡ് അങ്ങനെ പോയി. ഓക്കെ, പിന്നെ നിങ്ങൾ പറയാം വേണമെങ്കിൽ നിങ്ങൾ പറയാം. കാരണം അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഗൈസ്. ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ യൂട്യൂബിൽ എന്തോ കാരണവശാൽ ഡിലീറ്റ് ആക്കി കളഞ്ഞു ഗൈസ്. എന്താണെന്നറിയില്ല. പിന്നെ വേറെ കാര്യം, ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7:30 എങ്ങാണ്ട ലൈവ് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടാൻ പറ്റാത്ത വേറൊന്നും കൊണ്ടല്ല, പനിയായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ പോയി. അത് മരുന്ന് നമുക്ക് പെട്ടെന്ന് പോയി. പക്ഷേ പനി ആയതുകൊണ്ടാണ് ഇടാതിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ സ്കെലിട്ടൺ ദണ്ഡീനെ കൊണ്ട് ഞാൻ തോറ്റുന്ന 1000 ഈ അമ്പ് പൊട്ടും. എനിക്ക് വയ്യ പൊട്ടിക്കുക. നാലമ്പേ ഉള്ളൂ. എൻ്റെ അമ്പത്തി ഇല്ലേ? 2 അമ്പ് പോയി. 2 അമ്പ് എനിക്ക് വെറുതെ കളഞ്ഞു. ബോട്ട് ഓക്കെ, എടുക്കാൻ പറഞ്ഞു. എന്തിന് ബിൽഡിംഗ് ബ്ലോക്സ് ഇവിടെ ഇഷ്ടം പോലെ. കുറച്ച് ഫില്ല് താഴോട്ട് നമുക്ക് ഓണാക്കിയ ലാഗ് അടിക്കണം. എന്താ നോക്കിയിട്ട് വരാം ലാഗ് അടിക്കണം എന്താന്നറിയില്ല. ലാഗ് അടിക്കുന്നുണ്ട്, പക്ഷേ സ്കെലിട്ടമായി പറയാനില്ല ഗൈസ്. ഞാനൊന്നും ഇത് സോൾസാൻ്റെ ബാല്യായത് നിൽക്കണം. നമ്മൾ എന്തുകൊണ്ട് ഷീൽഡ് ഉണ്ടാക്കിയത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ ഗൈസ്. എവിടെ കിട്ടി? അതെ കിട്ടി. ഇവിടെ നിന്ന് ചാവരുത് എന്നൊക്കെ നമുക്ക് വരണ. അതെ, ചാടിയ കിടക്ക്.
ഓക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് എന്താണെന്നറിയില്ല ഗൈസ്. ഒരമ്പ് ഓ ഫുഡ് വഴി അവസ്ഥയാണ്. ഓക്കെ ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ആവശ്യം വന്നില്ല. തിരിച്ച് ഒരു മിനിറ്റ്. നമ്മുടെ ഈ പോസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കയറി വന്നതെന്നറിയാൻ ഇങ്ങനെ ഒരു പില്ലർ അങ്ങിട്ട് വെക്കാം. ഇല്ലെങ്കിലേ ഞാൻ വന്ന സ്ഥലം തന്നെ മറന്നു. സോൾസാന് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ സോൾസാൻ്റെ പറഞ്ഞു ഞാൻ എങ്ങാനും മൂന്നിക്കും കുത്തി ഇടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഗാസ്റ്റ് ഉണ്ട്, അതിനെയാണ് എനിക്ക് പേടി. ഇവിടെ നല്ലവന്മാർ കടമ്പുഴ എനിക്ക് അമ്പുഴ നമ്മളെ സ്കെലിട്ടൺ കണ്ടൂട. ഓക്കെ എന്തായാലും സോൾസ് ആൻഡ് ഇത് തന്നെ നടക്കുന്ന നല്ല പാടുണ്ട്, നല്ലത് അത്യാവശ്യം. മാഗ്മ മോനെ അയ്യോ ഈ ഭയോ എനിക്കിഷ്ടമല്ല. ഓട് 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 ആ സ്കെലിട്ടൻ എന്താണിത്? ഇപ്പം അങ്ങോട്ട് പോണ ശരിയാണോന്ന് എനിക്കറിയാം. എൻ്റെ അയ്യൻ പോയി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഫൈനലി അവിടെ പോയി എടുത്തില്ല, പക്ഷെ നമുക്ക് അവിടുന്ന് കുറച്ച് അയ്യനുള്ള സ്പോട്ട് നമുക്ക് കിട്ടി. ഞാൻ അങ്ങനെ അയ്യൻ ചെയ്ത് പിക്കാക്സും മറ്റേ വാളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഞാൻ എടുക്കാൻ പോയപ്പോൾ ഈ ഗുഹ വഴി പോയി നോക്കിയതാണ് ഗൈസ്. അപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അവിടെ ഇനിയും കുറേ അയ്യനുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. പൊട്ടി അയ്യോ അത് പൊട്ടിക്കണ്ടായിരുന്നു. അയ്യോ കയറാൻ പറ്റുമോ? അയ്യോ ഇത് കേറാൻ ഇനി എന്ത് നല്ലത് കാര്യം ചെയ്യണോ? കേറ് ഓക്കെ ഇതങ്ങ് പൊട്ടിച്ച് കളയാം ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്. നമുക്ക് കുറച്ച് അയ്യണുള്ള സ്പോർട്സ് കിട്ടിയിട്ടുണ്ട്. അയ്യോ എൻ്റെ പൊന്നു ഒരുപാട് അയ്യണ പല സ്ഥലത്തായിട്ട് അവിടെ ഉണ്ട്. ഏതാ ട്രേഡ് നല്ല പുറത്തേക്ക് പോയാ പിണങ്ങല്ലേ. പോട്ടെ. ഓക്കെ നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ നിന്ന് പോകാം. വീഡിയോ എടുക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ടൈം കഴിഞ്ഞ് പോയി ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ടൈമും കാര്യമൊന്നും ഇല്ലടേ. നമ്മുടെ ഗോൾ എന്ന് തീരുന്നു അന്ന് നമ്മൾ വീഡിയോ നിർത്തും, അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ്. ഞാൻ കടിക്കുന്ന ഞാനൊരു പാട്ടുകാരൻ തന്നെ. ചത്ത് നമുക്കൊരു ചൂണ്ടയൊക്കെ ഉണ്ടാക്കാൻ ചെറിയ ഇത് വരുമ്പോൾ തോന്നുന്നു ഗൈസ്. എനിക്ക് ഒന്നുമില്ല തിന്നാൻ ഗൈസ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് സാൽമൺ ഫിഷിന് അടിച്ചു ഒന്നായി. 2 മീനെങ്കിൽ അയ്യോ മോനെ ചാവല ഒരു മിനിറ്റ് അവിടെ ചെത്തിയിട്ട് സർവൈവ്. മീനെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം കോഴി. കോഴി ഞാൻ കൊല്ലണമെന്നോ അടിക്കണമെന്നൊന്നും ഇല്ല, ലാഗ്. പക്ഷെ എൻ്റെ സാഹചര്യം അങ്ങനെ പോലെ ഇതേ കണ്ട. ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ എന്താ കാണാതിരുന്നതെന്നാണ് ഞാൻ ആലോചിക്കാതെ ഗൈസ്.
ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം ഗൈസ്. ദൈവമേ, അവിടെ 10-30 അയ്യണം അങ്ങനെ അടുപ്പിച്ച് കാണുക. നിങ്ങളൊന്ന് നോക്കിക്കോ, ആ 2 അയ്യം പൊട്ടിക്കുമ്പോൾ എനിക്ക് 10-35 അടുപ്പിച്ച് കിട്ടില്ല. എൻ്റെ ലക്കല്ലേ, ലക്കനെ പറ്റിയൊന്നും പറയില്ലേ പൊന്നെ. എൻ്റെ പൊന്നെ ആയിക്കൊള്ളല്ല. യെസ്, ഞാൻ പറഞ്ഞില്ലേ 30 തോന്നില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള 7 മേളിലുണ്ട്. ഓക്കെ, ഓ ഉണ്ടാ 11 അയ്യാണ് ഇവിടെ. ഇത് തന്നെ അവിടെയും കണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഇവിടെ എവിടെയോ അതേ ഇരിക്കുന്നു ഗൈസ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഇന്ന് കാണാത്തതാണ് നോക്കണത്. മേളിലായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഗൈസ്. എവിടെ പൊന്നെ ഫുഡ് അയ്യോ വെച്ച് കയറടി. ഓക്കെ ഓക്കെ പൊട്ടി. ദൈവമേ കുറെ ഉണ്ടാവണേ. കുറച്ചധികം ഉണ്ടല്ല നടന്നതിനുണ്ട്. ലാഗ് കാരണം എത്ര പെട്ടെന്ന് ബ്ലോക്കൊക്കെ പൊട്ടിപ്പോണെന്ന് അറിയണല്ലോ. ഓക്കെ ഓക്കെ, 21 നമുക്കിത് അവിടുത്തെ അയ്യണങ്ങൾ എടുത്ത് എത്രയും കിട്ടുമായിരുന്നു. അമ്മേ പോലെ താഴെ വീട്ടില്. അയ്യോ, ഞങ്ങൾക്ക് നല്ലത് MLG കിങ് ചെയ്യണതാണ്, പക്ഷെ ഞാനില്ല റിസ്ക് എടുക്കാൻ. അതെ ചാടർ ഒരു ടോർച്ച് മോനെ പൊട്ടിക്ക് മോനെ. ഏകദേശം മിണ്ടാത്ത എന്താന്ന് പറയുക, കുറേ ഒരു വീഡിയോ കുറച്ച് ഒരു ബ്രോങ്ങനെ ചോദിച്ചിട്ട് ബ്രോ എന്താ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാത്ത. സംസാരിക്കുന്ന മീൻസ് എന്താ അങ്ങനെ ഞാൻ കുറേ ഉണ്ട് സംസാരിക്കാത്ത. എന്താണെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ച് തുടങ്ങിയ എന്തെങ്കിലും മണ്ടത്തരം പറയും ഗൈസ്. അതാണ് ഞാൻ മിണ്ടാതെ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല ഗൈസ്. അതാണ് മെയിൻ കാര്യം. ഇത്രേ ഉള്ളൂ എന്നാണ് തോന്നണത് ഗൈസ്. എൻ്റെ പൊന്നെ ചാവല്. നിനക്ക് എവിടെ നിന്ന് സ്പോണായതാണ് നിനക്കത്? ഒരടിയും കൂടി ചത്തവൻ. വാട ഒന്നും പൊട്ടിച്ചേരാ. വാ എടാ, ഒന്നും കേറി എൻ്റെ അടുത്ത കളി. ഹെൽത്ത് പോയെങ്കിലും ഇവിടെയൊക്കെ ടോർച്ച് വച്ചേക്ക്. ഇവിടെ നിന്ന് എവിടെയെങ്കിലെങ്കിലൊക്കെ ആയിട്ട് സ്പോണായതവൻ ഗൈസ്. ഓക്കെ, അവിടെ സ്ഥലത്തും കൂടി പോണമായിരുന്നല്ലേ. ഓക്കെ നമുക്ക് പോവാം ഗൈസ്. വാട്ട് ദ ഫക്ക്, എൻ്റെ പൊന്നിത് ഇവിടെ ഇത്ര ഉണ്ടായിരുന്നിട്ടാണ് ഞാൻ. ഇന്ന് മിക്കവാറും രാത്രി ആവുമായിരിക്കും ഇത്. പക്ഷേ എത്ര 40 ഇപ്പം തന്നെ അടുപ്പിച്ച് കിട്ടുതേ. 40 ആയി ഗൈസ്. 40 കഴിഞ്ഞതേ അവിടെ വെച്ചില്ലേ. അപ്പം ഇനിയും പോകുമ്പോൾ ഇനിയും ചിലപ്പോൾ കാണുമായിരിക്കണം ഗൈസ്. ഓക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടല്ല. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല ഗൈസ്. നമുക്ക് ഈ
പറയാൻ പറഞ്ഞത് ഈ ഒരു സ്ഥലമില്ലേ നമ്മുടെ ഈ സ്റ്റോറേജ് സിസ്റ്റവും ട്രേഡിങ് ഹാളൊക്കെ ഒന്നിച്ച് വരണ ഒരു സ്ഥലമാക്കിയാലോ എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഫ്യൂച്ചർ പ്ലാനാണ് ബൈ ദ വൈ. നമുക്ക് വഴിയെ നോക്കാം ഗൈസ്. ഇപ്പോഴേ ഞാൻ വെറുതെ ചാവാൻ എനിക്ക് മനസ്സില്ല. ആ ഫ്യൂച്ചർ പ്ലാനാണ്. ഇത് നടക്കുമെന്ന് അറിഞ്ഞൂടാ. നടന്നാ നല്ലത്. ബോട്ട് എവിടെ? ഡ്രൗണിൻ്റെ കടി എങ്ങനെ കിട്ടി? എഞ്ചിൻ കുത്തിയിരിക്കണ്ടേ. ഓടിപ്പോടെ. ആവശ്യത്തിനുള്ള ഫുഡൊക്കെ ഇല്ലേ? എനിക്ക് പെട്ടെന്ന് പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ പെട്ടെന്ന് വിശക്കും. അമ്മേ പോലെ ലെഫ്റ്റ്. ഇതിൻ്റെ കൺട്രോൾ ചെയ്ത അമ്മേ. എൻ്റെ പൊന്നെ. തിരി പമ്പരം കറങ്ങി അമ്മേ. എന്നാലും നമുക്ക് അവിടെ വരെ പോവാം ഗൈസ്. എന്നിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എപ്പിസോഡ് നിർത്തുകയാണ് ഗൈസ്. മെല്ലിപ്പോ വല്ല ഇതെന്തിനാ? നമ്മുടെ ലെജൻഡറി എലവേറ്ററാണ് ഗൈസ് ഇത്. ഒരു പൊട്ടിയല്ലേ. അതല്ല കേറ്. ലാഗ് അടിയില്ല. എനിക്ക് കാണിച്ച സമയം ഞാൻ റെക്കോർഡ് എടുക്കുമ്പോണ്ടല്ലോ ലാഗിൻ്റെ പൊടി പൂരൊന്നും പറയാൻ മേലെ ഒരുക്കി ലാഗിൻ്റെ. ഓക്കെ, നമുക്ക് ഇൻവെൻ്ററി ഒക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഫുള്ളായില്ല. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ചെയ്യുന്നു. ടോർച്ച് നമ്മുടെ കയ്യിൽ 4 ഉള്ളൂ. ബാരിയേഴ്സ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. നമുക്ക് കുറച്ച് സ്റ്റിക്സ് വേണമല്ലോ. സ്റ്റിക്സ് നമ്മുടെ കയ്യിൽ സ്റ്റിക്കുണ്ട്. ഇതെടുത്തിട്ട് ഒരു പ്ലാങ്കും കൂടി എടുത്തേക്കാം. എന്നിട്ട് 4 പ്ലാങ്ക് ഫുൾ ഓഫ് സ്റ്റിക്സ്. 8 തന്നെ ധാരാളം ഗൈസ്. 4 നമുക്ക് ആദ്യത്തെ നമ്മുടെ ബക്കറ്റ്സൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം ഗൈസ്. സിസ്റ്റം പോലെ ആയിരിക്കല്ലേ. നമ്മുടെ ഇതുണ്ടാക്കാം. പിന്നെ നമുക്കൊരു ഷവൽ ഉണ്ടാക്കാം. നമുക്ക് ഇപ്പം തൽക്കാലം ഉണ്ടാക്കണം നമ്മുടെ ഒരു കാരണം ഓൾറെഡി തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഇപ്പം എന്തായാലും ഹോവിൻ്റെ ആവശ്യമില്ല. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഒരു അയണിയും കൂടി വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള അതിനടുത്ത് 3 എല്ലാം ഉണ്ടാക്കിയേക്കില്ല. എന്തിനാ മിച്ചം വയ്ക്കാം? നമുക്ക് അതും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇതെല്ലാം വേഗം സമയമില്ല. ഒറ്റൊരെണ്ണം മതി. ഓക്കെ, ഉണ്ടാക്കി നമുക്ക് ബാക്കി സ്റ്റിക്സ് അവിടെ വെച്ചിട്ട് വെച്ചേക്കാം ഗൈസ്. ബാക്കി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പിക്കാക്സ് പോവാറായി കുഴപ്പമില്ല ഗൈസ്. ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഹെൽമെറ്റ് അങ്ങനെ നമ്മൾ അണിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി ഇങ്ങനെ ഓരോന്ന് വരട്ടെ. മറ്റേ ഇതുണ്ടാക്കണമെങ്കിൽ പാൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര വേണം? 4 വേണം. ഇതില്ലല്ലോ പാൻറ്റ്. 1 2 3 4 5 6 7 കുറച്ച് വേണം ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ആവട്ടെ. സ്മെൽറ്റായിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ അങ്ങനെ പാൻറ്റിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ നമ്മുടെ പാൻറ്റ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാൻ 1 2 3 ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ പാൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എന്ത് വേണമെങ്കിലും ആദ്യം നമ്മുടെ പാൻറ്റാണ് മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഗൈസ്. ഇനി നമുക്ക് 4 നമുക്ക് ഇതുണ്ടാക്കാം ഗൈസ്. എന്ത്? അയ്യോ, ചെരുപ്പ് ഉണ്ടാക്കാം ഗൈസ്. ചെരുപ്പിൻ്റെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ചെരുപ്പ് ഒന്നും വേഗം കോളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം ഗൈസ്. പേടിക്കേണ്ടി വരില്ല ഗൈസ്. ഓക്കെ, കോൾ നമ്മുടെ ചെരുപ്പുണ്ടാക്കി. ഇനി ചെസ്റ്റ് പ്ലേറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ
നമ്മുടെ ഫുൾ ആർമറാവുക ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റിന് എത്ര വേണോ? പക്ഷെ ഫുഡിൻ്റെ കാര്യം ഇപ്പോഴും നോക്കാം. അത് സ്മെൽറ്റ് ഓക്കെ അങ്ങട്ടെ. ഹോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ആയിയാണ് ആർമർ ഇട്ടിട്ടുള്ളത് ഗൈസ്. ബാക്കി ആയും കുറച്ച് വരുമെന്ന് തോന്നുന്നു. നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണ് ഇപ്പോഴും ഡൗട്ടിരിക്കുന്നത്. ഓക്കെ, എത്ര ആയിട്ടില്ല ഗൈസ്. ഇപ്പോഴും കുറച്ച് ഞാൻ ഇവിടുന്ന് AFK നിൽക്കേണ്ടി വരുമായിരിക്കും. അത് കുഴപ്പമില്ല ഗൈസ്, ഞാൻ നിന്നോളാം. കുറച്ച് വേണ്ട ഞാൻ നിന്നോളാം, പേടിക്കുന്നത്. ഇത് എക്സ്ട്രാ പറഞ്ഞ ബ്ലോക്സൊക്കെ പൊട്ടിക്കട്ടെ. ഇവിടെ അങ്ങ് വെച്ചേക്കാം. മുന്നോട്ട് പോകുമ്പോൾ തന്നെ അറിയാതെ പൊക്കോളും. ഇതൊക്കെ അങ്ങ് ഓടിച്ചോളേ. ഇവിടെ ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഈ നമ്മുടെ അത്ര പിടിച്ചിട്ടില്ല. എത്ര? ഓ 7. ബാക്കി അവിടെ സ്മെൽറ്റ് അവിടെ. അങ്ങനെ ഫൈനലി നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്. ഗൈസ്, അങ്ങനെ ഗൈസ് നമ്മുടെ ഫുള്ളായ ആർമറും ടൂൾസ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇന്ന് ഞാൻ ആർമർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ടൂൾസ് എങ്കിലും മാക്സിമം ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചോ അതിൻ്റെ പേര്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടി ഇങ്ങനെ ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ദ ബൈ.